സുരേഷ് ഗോപി, കൃഷ്ണകുമാർ ഇവരൊക്കെ ബിജെപിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ പലതരത്തിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരും ഇപ്പോഴും കേൾക്കുന്നവരുമാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ വേദിയിൽ തന്നെ എന്തൊക്കെയാണ് നമ്മൾ കേട്ടതും കണ്ടതും. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊന്ന്, നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ തിരുവനന്തപുരത്തെ ഹയാത്ത് ഹോട്ടലിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നൊരു വാർത്തയാണ്. അദ്ദേഹം പോലും അറിയാത്ത ഒരു കാര്യം വലിയ ഒരു പ്രചാരണം കൊടുത്ത് അദ്ദേഹത്തിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയാണ് ചില ആളുകൾ. തിരുവനന്തപുരത്ത് കൃഷ്ണകുമാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കണ്ണുകടിയുള്ളവരാണ് ഇതിന്റെ പിന്നിലെന്നത് വ്യക്തം. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ടില്ല എന്നത് മനസ്സിലാക്കുക. പക്ഷേ നാടിന്റെ വികസന നായകൻ എന്ന പേരിന് ഇന്ന് ഈ നാട്ടിലുള്ള ഏതൊരു ജനപ്രതിനിധിയെക്കാളും യോഗ്യൻ തന്നെയാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്ന വ്യക്തി എന്നത് മാത്രമല്ല, ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിഹാരം കാണാൻ ആരെ സമീപിക്കണം എന്നുവരെ വളരെ വ്യക്തമായി അദ്ദേഹത്തിന് അറിയാം. അതിനുവേണ്ട രാഷ്ട്രീയ സ്വാധീനം കേരളത്തിൽ ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം. ഇതൊക്കെയാകാം പലരെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക്. അതിനൊരു പരിഹാരം കാണാൻ മുന്നോട്ട് വന്നതിലൂടെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വികസന നായകൻ എന്ന തന്റെ സ്വന്തം പ്രതിച്ഛായയെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ കാഴ്ചപ്പാടിൽ വികസനത്തിന് വ്യക്തമായി നിർവചനമുണ്ട്. ഏത് സംസ്ഥാനത്തിന്റെ കാര്യത്തിലായാലും ഭരണപക്ഷത്ത് ഇരിക്കുന്നവർക്ക് എപ്പോഴും എല്ലാം ചെയ്യാൻ സാധിക്കണം എന്നില്ല. പ്രതിപക്ഷത്തിനും ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് കൃഷ്ണകുമാർ പറയുന്നു. തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നാടിന്റെ വികസനത്തിനായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത. പല പൊതുപ്രശ്നങ്ങളിലും ഇടപെടുന്നവരെയും കോടതിയിൽ പോയി പലതും നേടിയെടുക്കുന്നവരെയും ഒക്കെ എന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവരെല്ലാം അദ്ദേഹത്തിന് എന്നും പ്രചോദനമായിരുന്നു. തിരുവനന്തപുരത്തെ പൊതുജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്യുന്നതിലും തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പലതവണ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 5 ഫ്ലൈ ഓവർ പദ്ധതികളാണ് കൃഷ്ണകുമാർ ഗഡ്കരിയുടെ മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇഞ്ചക്കലിലെ ഗതാഗതക്കുരുക്കിന്റെ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. ഗഡ്കരി ബന്ധപ്പെട്ട അധികാരികളോട് ആശയവിനിമയം നടത്തി പെട്ടെന്ന് തന്നെ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്തു. ചെറിയ പ്രായം മുതൽ താൻ ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ വികസനം എപ്പോഴും തടസ്സപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന് പുതുതായി 10 സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ വികസനം വരുന്നത്. നമുക്ക് ട്രെയിനുകൾ വേഗത്തിൽ ഓടുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതം വേഗത്തിലാകുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കണം. വളരെ വേഗത്തിൽ പോകാനും സിറ്റികൾ തമ്മിൽ ബന്ധിപ്പിക്കാനും ഉള്ള റോഡുകളാണ് ഹൈവേകൾ. അതിൽ തന്നെ ജംഗ്ഷൻ വരുമ്പോൾ ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാക്കും. സിഗ്നൽ ഇല്ലാതെ വേഗത്തിൽ പോകാനാണ് അത്. ഫ്ലൈ ഓവറിന് താഴെ റോഡിലും ട്രാഫിക് സുഗമമാക്കാൻ കഴിയും. ഇങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ വ്യക്തമായി ഒരു പഠനം നടത്തിയിട്ട് മാത്രമാണ് അദ്ദേഹം പലപ്പോഴും അതിന്റെ തുടർ കാര്യങ്ങൾക്കായി എപ്പോഴും മുന്നിട്ടിറങ്ങുന്നത്. നമ്മുടെ MP-മാരും MLA-മാരും സ്ഥിരം ചെയ്യുന്നത് വിദേശവാസികളുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ സ്ഥാപിത താൽപര്യം സംരക്ഷിക്കാൻ അവരുമായി ചേർന്ന് ജംഗ്ഷനുകളിൽ സിഗ്നൽ ഉണ്ടാക്കുക എന്നതാണ്. എന്നിട്ട് ഫ്ലൈ ഓവർ കൊണ്ടുവന്ന് സിഗ്നലിൽ ഇറക്കും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിൽ പോയി നോക്കുകയാണെങ്കിൽ ചാക്കയിൽ നിന്നൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഒരു ജംഗ്ഷനിൽ വന്നത് ലാൻഡ് ചെയ്യുകയാണ്. അവിടെ എന്നും ഗതാഗത കുരുക്ക് മാത്രമേ ഉള്ളൂ. എത്ര മനുഷ്യർ എത്ര മണിക്കൂറുകളാണ് ഈ കുരുക്കിൽ കളയുന്നത് എന്നത് ഈ വഴിക്കൂടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇത് കുറെ നാളായി താൻ ശ്രദ്ധിക്കുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മെട്രോ റെയിലും. ഇങ്ങനെ തിരുവനന്തപുരം നഗര വികസനത്തിന് കൃഷ്ണകുമാർ കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളെല്ലാം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ സാക്ഷാത്കരിക്കാത്ത സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ ഓരോ പ്രവർത്തനത്തിലും പങ്കാളിയാകുന്നത്. പക്ഷെ അതിനിടയിൽ ഇത്തരത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുപ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നവർ പറഞ്ഞു മടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.